സമയം പരിമിതമാണ്. ഇനി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുവാൻ വേണ്ടി ബഹുമാന്യനായ SDPI നേതാവ് NU അബ്ദുസ്സലാം അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വേദിയിലുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അബ്ദുൽ നാസർ മഅദനിയെ കുറിച്ച് സമൂഹത്തിൽ പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 13-14 വർഷമാകാൻ പോകുകയാണ്. ഞാൻ ഓർക്കുന്നു, നാസർ മഅദനിക്ക് വേണ്ടി ആദ്യമായി പൊതുപ്രസംഗം നടത്തിയ ആളുകളാണ് ഞങ്ങൾ. വിവേചനത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ മഅദനിയെ അകാരണമായി അറസ്റ്റ് ചെയ്ത്, കോയമ്പത്തൂർ സ്ഫോടനത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന്, അന്ന് ബാബരി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ നടന്ന കലാപത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 3000-ലധികം ആളുകളെ കൊല ചെയ്തതിന് ആഹ്വാനം നൽകിയ ബാൽ താക്കറെയെ മരിച്ചുപോയി. ബാൽ താക്കറേക്ക് നൽകുന്ന നീതിയും അദ്ദേഹത്തിനോട് നമ്മുടെ നിയമം സമീപിക്കുന്ന രീതിയും അബ്ദുൽ നാസർ മഅദനിയോട് സമീപിക്കുന്ന രീതിയും തമ്മിലുള്ള വിവേചനത്തെക്കുറിച്ച്, അതിന്റെ പാർഷ്യാലിറ്റിയെക്കുറിച്ച് സമൂഹത്തിൽ ആദ്യമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 9 വർഷത്തോളം അബ്ദുൽ നാസർ മഅദനി സാഹിബ് കോയമ്പത്തൂർ ജയിലിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി അബ്ദുൽ നാസർ മഅദനിക്ക് നിയമസഹായ സമിതി എന്ന പേരിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് E. അബൂബക്കർ സാഹിബ് ചെയർമാനും ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ തൊഴിലാളി വിഭാഗത്തിന്റെ SDTUയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗ്രോ വാസു സാറും ചേർന്ന് അവരുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഹായ സമിതിയാണ് കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിയമകാര്യങ്ങൾ നോക്കിയിരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായിട്ടാണ് അബ്ദുൽ നാസർ മഅദനി സാഹിബ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ഭരണകൂട ഭീകരതയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്ദുൽ നാസർ മഅദനിയുടെ ജയിൽവാസം. നേരത്തെയുള്ള പ്രാസംഗികർ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിലെ നിയമം തന്നെ ബെയിൽ ഈസ് ദ റൂളർ, ജയിൽ ഈസ് ദ എക്സംഷൻ എന്നാണ് പറയുക. നിയമം ജാമ്യം അനുവദിക്കലാണ്. കാരണം ഒരാളെ കുറിച്ച് ഒരു FIR കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളിൽ ഒരു കുറ്റം ആരോപിക്കുന്നത് കൊണ്ടോ ഒരാളും കുറ്റവാളിയായി മാറുന്നില്ല എന്നതാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്, ഇവിടെയുള്ള ക്രിമിനൽ പ്രൊസീജിയർ വിഭാവന ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅദനി സാഹിബ് 9 വർഷമാണ് വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ 9 വർഷം തിരിച്ചു കൊടുക്കാൻ ഈ ഭരണകൂടത്തിലെ ഏതെങ്കിലും കോമാളികൾക്ക് സാധിക്കുമോ? അബ്ദുൽ നാസർ മഅദനിക്ക് തിരിച്ചു കൊടുക്കാൻ അതിന്റെ വില നൽകാൻ സാധിക്കുമോ? മറിച്ച് അതിന്റെ മറ്റൊരു ഭാഗം നാം നോക്കണം. ഒരു മുഹമ്മദ് ഹനീഫ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ജയിലിലടച്ചു. ആ ജയിലിലടച്ചതിന്റെ പേരിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പബ്ലിക്കിൽ വളരെ പരസ്യമായി അതിനെതിരെ മാപ്പ് ചോദിക്കുന്ന ധൈര്യം, ഒരു ജനകീയമായ അവസ്ഥ ഓസ്ട്രേലിയയിൽ കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രി പരസ്യമായി ടിവിയിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളോട് മാപ്പ് ചോദിച്ചു. അദ്ദേഹത്തെ അകാരണമായി ജയിലിൽ വെച്ചത് ഞങ്ങളുടെ ഭരണകൂടത്തിന്റെ തെറ്റാണ്. പക്ഷേ അബ്ദുൽ നാസർ മഅദനിയുടെ 9 വർഷം, അതിനുശേഷമുള്ള 2.5 വർഷം ഇതിനാരും മറുപടി പറയും? മാത്രമല്ല, അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകൾ നൽകുന്നില്ല. അദ്ദേഹത്തിന് കൊല്ലാകൊല ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലുള്ള ഊർജവും അദ്ദേഹത്തിലുള്ള മനുഷ്യസ്നേഹവും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നടപടികളാണ് നമ്മുടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി നാം പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഇത് ജനാധിപത്യത്തിന്റെ ധ്വംസനമാണ്. ഇത് നേരത്തെയുള്ള പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ദിസ് ഈസ് ബ്ലൈൻഡിംഗ് ദ കമ്മ്യൂണിറ്റി. ആളുകളെ പൂർണ്ണമായും അന്ധരാക്കുന്ന പണിയാണ് നമ്മുടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
കാരണം 120 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഓരോ മനുഷ്യന്റെയും അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഉള്ള അവസ്ഥയിൽ തന്നെയാണ് മഅദനിയെ പോലുള്ള ഒരു നേതാവിനെ, ഒരു മതപണ്ഡിതനെ, ഒരു മനുഷ്യസ്നേഹിയെ ജയിലിലടച്ച് ശിക്ഷിക്കുന്നതെന്ന് നാം ഓർക്കണം. ഈ മഅദനിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇന്ത്യയില് ഇന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ കേട്ടതാണ്. മുസ്ലിങ്ങൾ എല്ലാ മേഖലയിലും, ഇവിടെയുള്ള ദളിതൻ, ഇവിടെയുള്ള പിന്നോക്കക്കാരൻ എല്ലാ മേഖലയിലും വളരെ പിന്നോക്കമാണെന്ന്. പക്ഷേ മുന്നോക്കമുള്ള ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അതറിയണം. ജയിലാണത്. ജയിലിൽ മുസ്ലിങ്ങൾ വളരെ മുന്നോക്കമാണ്. അതിന്റെ കണക്കുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയ കണക്കുണ്ട് അതിന്റെ. ആസാമിൽ പോപ്പുലേഷൻ 30.6% ആണ്. അവിടെ ജയിലിലുള്ള മുസ്ലിങ്ങൾ 30%. വിചാരണ തടവുകാരായി ശിക്ഷിക്കപ്പെട്ടിട്ടല്ല, വിചാരണ തടവുകാരായി ഇന്ത്യയിൽ താമസിക്കുന്ന, ഇന്ത്യയിൽ ജയിലുകളിൽ അടക്കപ്പെട്ടിട്ടുള്ള 10,000 മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ എണ്ണത്തിന്റെ പെർസെന്റേജ് നോക്കിയാൽ ആസാം സംസ്ഥാനത്ത് 30% മുസ്ലിം, 30.9% മുസ്ലിങ്ങളുള്ള ആസാമിൽ 30%, ജയിലിൽ 30% വിചാരണ തടവുകാർ മുസ്ലിങ്ങളാണ്. അതേപോലെ കേരളത്തിൽ 24.7% മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ. കേരളത്തിൽ വിചാരണ തടവുകാരായി കിടക്കുന്ന മുസ്ലിങ്ങൾ 27.4%. അതൊക്കെ പോപ്പുലേഷന്റെ വളരെ അതിന്റെ പ്രൊപ്പോർഷൻ, അതിന്റെ അനുപാതം വളരെ കൃത്യമായി പാലിക്കുന്ന ഒരേ ഒരു ഇടം അത് ജയിലുകളാണ്. സർക്കാർ ഉദ്യോഗത്തിലില്ലത്. സർക്കാർ ഉദ്യോഗത്തിൽ ഉന്നതമായ ഫസ്റ്റ് ക്ലാസ് ജോലികൾ നോക്കിയാൽ 1% ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുള്ളത്. IAS, IPS പോലുള്ള മേഖലകളിൽ വെറും 1% മാത്രമാണ് മുസ്ലിങ്ങൾ. ആ സ്ഥാനത്ത് ജയിലിലുള്ള മുസ്ലിങ്ങളുടെ പെർസെന്റേജ് 27% കേരളത്തിൽ. അതേപോലെ ജാർഖണ്ഡിൽ 11.6% മുസ്ലിങ്ങൾ പോപ്പുലേഷൻ. പക്ഷേ ജയിലിലുള്ളത് 17.6% ആണ്. ഇതൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ഓർത്തു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നോക്കി പറയുന്നത്. ഈ പെർസെന്റേജ് കണക്കൊന്നും ഓർത്തു പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കർണാടകയിൽ 12.2% മുസ്ലിം പോപ്പുലേഷൻ. പക്ഷേ ജയിലിലുള്ളതോ 17.6% വിചാരണ തടവുകാർ മുസ്ലിങ്ങളാണ്. അതേപോലെ ഡൽഹിയിൽ 11.7% മുസ്ലിം പോപ്പുലേഷൻ. അവിടെ ജയിലിൽ കിടക്കുന്നത് 27.9% വിചാരണ തടവുകാർ മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ അനുപാതം നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ ഉയർന്ന പ്രാതിനിധ്യം ജയിലുകളിൽ മുസ്ലിങ്ങൾക്കുണ്ട് ഡൽഹിയിൽ. അതേപോലെ മഹാരാഷ്ട്രയിൽ 10.6% പോപ്പുലേഷൻ. അവിടെ മുസ്ലിങ്ങൾ ജയിലിൽ കിടക്കുന്നത് 32.4%. 32.4%. ഇത് നമ്മളാരെടുത്ത കണക്കൊന്നുമല്ല, ഇന്ത്യയിലെ പ്രമുഖ വാർത്താ മീഡിയ ഗ്രൂപ്പ് എടുത്ത കണക്കാണിത്. അതേപോലെ ഗുജറാത്തിൽ 9.1% മുസ്ലിം പോപ്പുലേഷൻ. 25.1% അവിടെ മുസ്ലിങ്ങൾ വിചാരണ തടവുകാരായി ജയിലിൽ കിടക്കുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ 5.6% മുസ്ലിങ്ങൾ. 9.6% അവിടെ മുസ്ലിങ്ങൾ വിചാരണ തടവുകാരായി കിടക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഏറ്റവും ആനുപാതികമായി ഏറ്റവും റെപ്രസെന്റേഷനുള്ള, പ്രാതിനിധ്യമുള്ള ഒരേ ഒരു മേഖല ജയിലാണ്. എന്താ കാരണം? ഇവിടത്തെ പിന്നോക്കക്കാരനെയും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഒതുക്കാൻ വേണ്ടി, അവരെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണകൂടം ഒരുപാട് കരിനിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ടത്. പക്ഷെ അതേക്കുറിച്ച് നാം മനസ്സിലാക്കണം. ടാഡ ഉണ്ടാക്കി. ടാഡയിൽ 10,000 മുസ്ലിം ചെറുപ്പക്കാരെ കുറ്റം ചെയ്യാത്ത, വെറും ഏതെങ്കിലും ആരോപണത്തിന്റെ പേരിൽ, ഏതെങ്കിലും നടക്കാത്ത സ്ഫോടനത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നടന്ന സ്ഫോടനത്തിന്റെ പേരിൽ അവരെ നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ടാഡ പ്രകാരം 10,000 ഇന്ത്യയുടെ ജയിലുകളിൽ നിറച്ചു മുസ്ലിം യുവാക്കളെ. അതിനുശേഷം അത് കുറച്ച് റെഡിയാവാത്തത് കൊണ്ട് നമ്മുടെ നരസിംഹറാവു ഗവൺമെന്റ് ആ നിയമം റദ്ദാക്കുകയും പുതിയൊരു സാധനം കൊണ്ടുവരികയും ചെയ്തു. അതിന്റെ പേര് പോട്ട. ആ പോട്ട പ്രകാരം ഇത് ടാഡയില്ലാത്ത കുറച്ചുകൂടി വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോട്ട ഉണ്ടാക്കുകയും ഈ പോട്ട പ്രകാരം ഒരുപാട് മുസ്ലിം യുവാക്കളെ നമ്മുടെ ജയിലുകളിൽ നിറക്കുകയും ചെയ്തു. അതിനുശേഷം പുതിയൊരു നിയമം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു, UAPA.
ഇതുപ്രകാരം ഈ കരിനിയമങ്ങൾ വിചാരണ കൂടാതെ ജയിലിലടക്കാനും വിചാരണ കൂടാതെ ജയിലിലടച്ച് മർദ്ദിക്കാനും അങ്ങനെ ഭരണകൂടത്തിന്റെ ഭീകരത പൂർണ്ണമായും ബോധ്യപ്പെടുത്തിക്കൊണ്ട് വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തി മുസ്ലിം യുവാക്കളെ കൊന്നൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭീകരത ഒരിക്കലും ജനങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായി ബോധ്യപ്പെടുകയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം നമ്മുടെ ഭരണകൂടം ഓർക്കേണ്ടതുണ്ട്. കാരണം അധികകാലം എല്ലാവരെയും മണ്ടന്മാരാക്കാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്ത് അധികകാലം മണ്ടന്മാരാക്കി എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാൻ സാധിക്കില്ല, ഫൂളിഷാക്കാൻ സാധിക്കില്ല. ചില ആളുകളെ കുറച്ചു സമയത്തേക്ക് സാധിക്കാം. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗവും ഈ മാവോയിസ്റ്റുകൾ എന്ന ആരോപണത്തിലെയും അതേപോലെ ദളിത് തീവ്രവാദികൾ എന്ന ആരോപണത്തിനും പാത്രമാവുന്ന ഇവിടെയുള്ള 70% വരുന്ന ദളിത് പിന്നോക്കക്കാർ സംഘടിച്ചാൽ തീർച്ചയായും ഇതിനെതിരെ ശക്തമായ മറുപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇട നൽകേണ്ടതില്ല. ഞാൻ പറയുന്നത് അബ്ദുൽ നാസർ മാദനിയുടെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇത് നാസർ മാദനിയുടെ മാത്രം പ്രശ്നമല്ല. ഈ അടുത്ത് 14 വർഷത്തെ ഡൽഹിയിൽ 14 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് വിചാരണ തടവുകാരനായി ഒരു മുസ്ലിം യുവാവിനെ റിലീസ് ചെയ്തത്. 18 വയസ്സിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 14 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം 32 വയസ്സാകുമ്പോഴാണ് അയാൾ ജയിലിൽ പുറത്തു വരുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ് അദ്ദേഹം? നമ്മുടെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള പൗരന്മാരുടെ ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാരെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരുടെ യുവത്വം ജയിലിൽ അടച്ചുകൊണ്ട് മാറാ രോഗികളാക്കി ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നാം ക്രിയാത്മകമായി പ്രതിഷേധിക്കുകയും അതിനെതിരെ ക്രിയാത്മകമായ ഒരു പ്രതിഷേധ മുന്നണി നയിക്കുകയും രാഷ്ട്രീയ കക്ഷിഭേദമന്യേ മതവിഭാഗഭേദമന്യേ മതത്തിലുള്ള വിഭാഗത്തിന്റെ ഭേദമന്യേ നാം ഇതിന് വേണ്ടി കൃത്യമായി വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചില്ലെങ്കിൽ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് നാസർ മാദനികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ ഇത്തരം കരിനിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും നമ്മുടെ നാട്ടിൽ. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നേരെയാണെന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലേഗാവ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, സംജോത എക്സ്പ്രസ് സ്ഫോടനം മുതലായ സംഗതികളിൽ ആദ്യം ഒരുപാട് മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതിനു പുറകിൽ അവരല്ല അതിലെ RSSന്റെ നേതാക്കളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇവർക്കെതിരെ ഈ കരിനിയമങ്ങൾ ഇതാക്കി ചെയ്യുന്നില്ല. ഒരുപാട് പ്രാസംഗികർ സ്റ്റേജിൽ ഇനിയും പ്രസംഗിക്കാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. എന്നിരുന്നാൽ പോലും വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഭീകരവാദം ആരോപിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം യുവാക്കളെയും ദളിത് യുവാക്കളെയും ജയിലിലടക്കുന്നത് നമ്മുടെ ഭരണകൂട ഭീകരതയുടെ പ്രതീകങ്ങളായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയും നമ്മുടെ നാട്ടിലെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്കെതിരെ UAPA പ്രകാരം അല്ലെങ്കിൽ ബന്ധപ്പെട്ട കരിനിയമങ്ങൾ പ്രകാരം കേസെടുക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഭരണകൂട ഭീകരതയും നമ്മുടെ നാട് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് അബ്ദുൽ നാസർ മാദനി. പിന്നീടും ഉദാഹരണങ്ങളുണ്ട്. ഡോക്ടർ വിനായക് സെന്നിനെ ഇങ്ങനെ വളരെ കാടൻ നിയമങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതേപ്രകാരം കേരളത്തിലെ വാഗമൺ സംഭവത്തിന്റെ പേരിൽ കുറെ ആളുകളുടെ പേരിൽ കേസ്, പാനായിക്കുളത്തിന്റെ പേരിൽ കുറെ ആളുകളുടെ കേസ്, ഹുബ്ലി ഗൂഢാലോചന കേസ്, ഇൻഡോർ ഗൂഢാലോചന കേസ്, ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം കേസ്, സ്ഫോടന കേസ് മുതലായവ UAPA പ്രകാരം കേസെടുക്കുമ്പോൾ അതേപ്രകാരം പരാമർശ വിധേയമാക്കേണ്ട മറ്റൊരു സംഗതി നമ്മുടെ ടെഹൽക്ക ലേഖിക
ഷാഹിനെക്കെതിരെ കേസെടുത്തു, മാദനിയെ എന്തോ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ പോലും അവരുടെ നാവടക്കാൻ വേണ്ടിയുള്ള ഭരണകൂട ഭീകരത, പോലീസിന്റെ ഭീകരതയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം കാണുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ മേലെയുള്ള ആഘാതങ്ങളാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിലുള്ള വ്യക്തമായ പ്രതിഷേധങ്ങളും അതിനെതിരെ ക്രിയാത്മകമായ പ്രതിഷേധങ്ങളും ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുന്നത്. അതേപ്രകാരം ഉത്തർപ്രദേശ്, ബീഹാർ മുതലായ സ്ഥലങ്ങളിൽ, ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മുസ്ലിം യുവാക്കളെ അകാരണമായി ജയിലിലടക്കുകയും അവരെ വിചാരണ തടവുകാരായി വർഷങ്ങളോളം ജയിലിലടക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ